الحمد لله الواحد القهار غافر الذنب وقابل التوبة شديد العقاب المتفرد بالبقاء والدوام والمتفضل على عباده بالإحسان والإنعام أحمده حمد من قال ربي الله ثم استقام الصلاة والسلام على رسوله المصطفى الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാനുള്ള ഈമാനും ഇഖ്ലാസും തൗഫീഖുമേകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത്. സക്കനാത്തുകളും ഹറക്കാത്തുകളും അദ്കാറുകളും ഉൾക്കൊള്ളുന്നതാണ് നമസ്കാരം എന്ന ആരാധന. ചില സ്ഥലങ്ങളിൽ അടങ്ങി താമസിച്ച് അച്ചടക്കത്തോടുകൂടി പാലിച്ച് നമസ്കരിക്കണം. മറ്റു ചില സന്ദർഭങ്ങളിൽ അനങ്ങി നിശ്ചയിക്കപ്പെട്ട ഇളക്കങ്ങളോടുകൂടി നിർവഹിക്കണം. അതോടൊപ്പം അദ്കാറുകളും ദുആകളും പ്രകീർത്തനങ്ങളും നിർവഹിക്കണം. ഇങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ദിവസം നിർബന്ധമായും 5 നേരം റുകൂഅ് ചെയ്ത് സുജൂദ് ചെയ്ത് നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ ആരാധന സമയബന്ധിതമായി നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഫസുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ വാഴ്ത്തണം, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ, പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും. വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ അവനുള്ളതാണ് സ്തുതികീർത്തനങ്ങൾ. വഅശിയൻ, ഇശാഇന്റെ വേളയിലും. വഹീന തുൽഹിറൂൻ, സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയ സമയത്തും. ഇങ്ങനെ 5 നേരം നമസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുർ റൂമിലൂടെ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ആ നമസ്കാരം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാത്ത ആളുകൾ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരാണ്. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്, നമസ്കാരം ഒഴിവാക്കുന്നവർക്ക് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ല എന്ന് ഇസ്ലാം അതിശക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്.
അതുകൊണ്ട് തന്നെ തന്റെ നിത്യജീവിതത്തിൽ നമസ്കാരത്തെ ചേർത്ത് വെക്കുക എന്നത് നിർബന്ധ കൽപ്പനയാണ്. നാളെ പരലോകത്ത് വെച്ച് നമസ്കാരമാണ് ആദ്യമായി വിചാരണക്കെടുക്കപ്പെടുന്ന കർമ്മം എന്ന് നമുക്കറിയാം. അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാത്ത്. നമസ്കാരമാണ് പരലോകത്ത് വെച്ച് ഏറ്റവും ആദ്യം വിചാരണക്കെടുക്കുന്നത് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ. ആരാണോ ആ കർമ്മത്തിൽ ജയിച്ചവൻ ബാക്കി എല്ലാ പരീക്ഷയിലും അവൻ വിജയിച്ചു കയറും. ആരാണോ നമസ്കാരത്തിന്റെ വിഷയത്തിൽ തോറ്റുപോയവൻ ബാക്കി എല്ലാ വിഷയത്തിലും പരലോക പരീക്ഷയിൽ അയാൾ പരാജയപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമസ്കാരത്തെ നിത്യജീവിതത്തോടൊപ്പം ചേർത്തു വെക്കാൻ ഇസ്ലാം അതിശക്തമായിട്ടാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. സ്വർഗപ്രവേശനത്തിന് അനിവാര്യമായ ആരാധനയാണ് നമസ്കാരം. ഇസ്ലാമിന്റെ നെടുംതൂണാണ് നമസ്കാരം. അത് ജീവിതത്തിൽ പുലർത്തുന്നവർക്ക് ധാരാളക്കണക്കിന് നേട്ടങ്ങൾ ഇസ്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ നേട്ടങ്ങളിലേക്കാണ് ഇന്നിന്റെ ഖുത്ബ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമസ്കരിച്ചാൽ ഒരു വിശ്വാസിക്ക് എന്താണ് ഗുണം, അതുവഴി അയാൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തെല്ലാം? ധാരാളക്കണക്കിന് നേട്ടങ്ങൾ നമസ്കാരത്തിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കുന്നുണ്ട്. അതിൽ ഏതാനും ചിലത് മാത്രമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈമാൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ റഅയ്തുമുർ റജുല യഅ്താദുൽ മസ്ജിദ ഫശഹദു ലഹുൽ ഈമാൻ. പള്ളിയിലെത്തി നമസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ, അങ്ങനെ ശീലമാക്കിയ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്നുവെങ്കിൽ അയാൾ ഈമാനുള്ളവനാണ് എന്നതിന് അത് തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്നതാണ്. സ്വർഗപ്രവേശനത്തിന്റെ അടിസ്ഥാന ഘടകം ഈമാനാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടിസ്ഥാന ആയുധം ഈമാനാണ്. ഒരു വിശ്വാസി പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അയാളിൽ ഈമാൻ ഉണ്ടായിരിക്കും. ഒരാൾക്ക് ഈമാനുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അയാൾ 5 നേരവും നമസ്കരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഈമാനിനെ ജാജ്വലമാക്കാൻ, ഈമാൻ സ്ഫുരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഈമാനുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ ആരാധന നമസ്കാരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാനുള്ള ആയുധമാണ് ഈമാൻ എന്നുള്ളത് കൊണ്ട് 5 നേരം നമസ്കരിക്കുന്ന വ്യക്തിക്കാണ് ഈമാൻ ഉള്ളത് എങ്കിൽ സുഹൃത്തുക്കളെ, ആ ഈമാനിനെ നിലനിർത്തി കിട്ടുന്ന ആരാധനയാണ് നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന് ഇദാമത്തു സിലത്തുൽ അബ്ദി ബിറബ്ബിഹി. പടച്ചവനാണ് നമുക്ക് എല്ലാം. നമ്മുടെ ഏറ്റവും വലുത് അല്ലാഹുവാണ്. അല്ലാഹുമ്മ അൻതൽ ഹഖ് വവഅദുക ഹഖ് വലിഖാഉക ഹഖ് വൽഹിസാബു ഹഖ് വൽജന്നത്തു ഹഖ് വന്നാറു ഹഖ്. അല്ലാഹുവേ, നീ സത്യമാണ്, നിന്നെ കണ്ടുമുട്ടുമെന്നതും സത്യമാണ്, പരലോകം സത്യമാണ്, പരലോക വിചാരണ സത്യമാണ്, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. അതുകൊണ്ട് ആ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം, ആ സത്യവാനായ പടച്ച റബ്ബുമായുള്ള ബന്ധം ഒരു വിശ്വാസിക്ക് എന്നും നിലനിർത്തുന്ന ശ്രേഷ്ഠമായ ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത്. പടച്ചവനുമായി ബന്ധം മുറിയാതിരിക്കാൻ, പിശാചുമായി ബന്ധം ചേരാതിരിക്കാൻ, മറ്റു ഭൗതികരുമായി ബന്ധം ചേരാതിരിക്കാൻ, അള്ളാഹുമായുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കലാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു വ്യക്തി തന്റെ റബ്ബുമായി ബന്ധം ചേർത്തവനാണ് എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിനോടുള്ള ബന്ധം മുറിയാതിരിക്കാൻ നമസ്കാരത്തെ നിത്യജീവിതത്തിൽ ചേർത്ത് വെക്കുക. മൂന്നാമത്തേത് തുമഅ്നീനത്തുൻ നഫ്സാണ്. മനസ്സ് അസ്വസ്ഥമാണ്, ടെൻഷനാണ്, പിരിമുറുക്കമാണ്, മാനസിക സമ്മർദ്ദങ്ങളാണ്, വാവിട്ട് കരയുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കൈകളിൽ നിന്ന് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടങ്ങൾ, ഒരുപാട് ടെൻഷനുകളും പിരിമുറുക്കങ്ങളും വരിഞ്ഞു മുറുക്കുന്ന ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ പിടിച്ചു നിൽക്കാനുള്ള ആശ്വാസമാണ് നമസ്കാരം എന്ന് പറയുന്ന ആരാധന. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ.
മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അസ്വസ്ഥനായ നിലക്കാണ്. ടെൻഷനുകളും പിരിമുറുക്കങ്ങളും വലിഞ്ഞു മുറുക്കുന്ന രീതിയിലാണ്. പല തിന്മകളും പല ഷർറുകളും അവനെ തേടി വരുമ്പോൾ അതൊക്കെ ജീവിതത്തിൽ പറ്റുന്നതിന്റെ പേരിൽ അവൻ അസ്വസ്ഥനാണ്. പക്ഷേ ഈ അസ്വസ്ഥതയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടുന്നത് ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്ന ആളുകൾക്കാണ്. ടെൻഷനുകളെയും പിരിമുറുക്കങ്ങളെയും മാനസിക സമ്മർദ്ദങ്ങളെയും പരിഹരിക്കാൻ നമസ്കാരം കൊണ്ട് ഒരു വിശ്വാസിക്ക് കഴിയുമെന്നതാണ്. മനസ്സ് വിതുമ്പുമ്പോൾ, നെഞ്ചു പൊട്ടുമ്പോൾ, നമ്മുടെ കൈകളിൽ നിന്ന് ജീവിതം താളം തെറ്റുമ്പോൾ അള്ളാഹുവിന്റെ വീട്ടിലെത്തി മനസ്സ് കേന്ദ്രീകരിച്ച് അള്ളാഹുവിനോട് സംസാരിച്ച് നമസ്കാരമെന്ന ആരാധന നിർവഹിച്ചാൽ ആ വിശ്വാസിക്ക് കിട്ടുന്ന ആശ്വാസം വലുതാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഇദാ അഹമ്മഹു ശൈ, എന്തെങ്കിലും ഒരു പിരിമുറുക്കമോ ടെൻഷനോ മാനസിക സമ്മർദ്ദമോ ഉണ്ടായാൽ ഖാമ യുസല്ലി, അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു. ഖും യാ ബിലാൽ, ബിലാലെ ഒന്ന് എഴുന്നേൽക്ക്, അരിഹനാ ബിസ്സലാ, നമസ്കാരം കൊണ്ട് ഞാനൊന്ന് ആശ്വാസം കൊള്ളട്ടെ എന്നാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അവനെ വാഴ്ത്തി അവനെ പ്രകീർത്തിച്ച് ആരാധന നിർവഹിക്കുന്ന ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ആശ്വാസം അത് വലുതാണ്. ശരീരത്തിന്റെ ആഹാരമാണ് ഭക്ഷണമെങ്കിൽ മനസ്സിന്റെ ആഹാരമാണ് നമസ്കാരം, അള്ളാഹുവിനോടുള്ള ദിക്ർ, പടച്ച റബ്ബിനെ അർപ്പിക്കുന്ന ആരാധന എന്നതാണ്. അതുകൊണ്ട് ആത്മാവറിഞ്ഞ ഒരു നമസ്കാരത്തിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കുന്നത് മനസ്സമാധാനവും ശാന്തിയും ആണ് എന്നത് ഇസ്ലാം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. മറ്റൊന്ന് ദിമ്മത്തുള്ള, ആരാണോ നമസ്കരിക്കുന്നത് അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന്. പ്രത്യേകിച്ച് സുബഹ് നമസ്കാരത്തെ ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ബദഅ ഹയാതഹു ബിസ്വലാത്തി സുബ്ഹി, ആരാണോ തന്റെ ജീവിതം ഒരു ദിവസം നേരം പുലരുമ്പോൾ സുബഹ് നമസ്കരിച്ചുകൊണ്ട് ആരാധന നിർവഹിച്ച ഒരാൾക്ക് ആരംഭിക്കാൻ കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിന്റെ പൂർണ്ണ സംരക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. നമസ്കരിക്കുന്ന ഒരു വ്യക്തി അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അവന്റെ ഓരോ ചുവടും പടച്ചറപ്പിന്റെ കാവലിലാണ്. അവനെ തേടി വരുന്ന പരീക്ഷണങ്ങളും അപകടങ്ങളും മറ്റു പ്രയാസങ്ങളെയും തട്ടിമാറ്റാൻ കാവലായി പടച്ചറപ്പുണ്ടായിരിക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. സുഹൃത്തുക്കളെ, എത്രയോ വലിയ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ ജീവിതയാത്ര. തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാത്ത ജീവിതയാത്ര. നിരത്തുകളിൽ പൊലിയുന്ന ആയിരങ്ങളെ കുറിച്ച് മനസ്സ് വിതുമ്പി വായിക്കാനല്ലാതെ നമുക്ക് കഴിയുകയില്ല. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഓടിക്കളിച്ചവൻ നാളത്തെ സുപ്രഭാതത്തിൽ വലിയ അപകടങ്ങൾക്ക് വിധേയനായി ഒരു പരീക്ഷണ വസ്തുവായി, മറ്റുള്ളവർക്ക് ഭാരമായി, ഒരു മൂലയിൽ ഒതുങ്ങി ശയ്യാവലംബികളായി മാറുകയാണ്. ഇത്തരം വരുന്ന പരീക്ഷണങ്ങളെ ചെറുത്തുമാറ്റുന്ന ഒരു വിശ്വാസിയുടെ കവചമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഇന്നത്തെ ദിവസം പോയി, ഇന്നെനിക്ക് കച്ചവടത്തിൽ ഒരു ലാഭവുമില്ല, ഇന്നെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കറുത്ത ദിനമാണ് എന്നൊക്കെ വേവലാതിപ്പെടുന്നതിന് പകരം ആരാണോ അള്ളാഹുവിനെ വാഴ്ത്തി സുബഹ് നമസ്കരിച്ച് അവന്റെ ആരാധന ആരംഭിക്കുന്നത് അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബിന്റെ കാവലും സംരക്ഷണവും കിട്ടുന്ന ശ്രേഷ്ഠമായ ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത്. പകലന്തിയോളം ഓടി നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? രാവും പകലും നെട്ടോട്ടം ഓടുന്നത് എന്തിനു വേണ്ടിയാണ്? ആരാന്റെ ആട്ടുത്തുപ്പും കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മുതലാളിയുടെ വഴക്ക് കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആഹാരത്തിന്റെ താളം നിയന്ത്രിക്കുന്ന ആരാധനയാണ് നമസ്കാരമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വഉമുർ അഹ്ലക ബിസ്സലാ, അത് സ്വന്തമായി നിർവഹിക്കുന്നതിനോടൊപ്പം വീട്ടിലെ ഇണയോട്, തന്റെ മക്കളോട്, തന്റെ പ്രിയപ്പെട്ടവരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അങ്ങനെ നമസ്കരിക്കുന്ന ഒരു ഭാര്യയുള്ള, നമസ്കരിക്കുന്ന മക്കളുള്ള ഗൃഹനാഥന്മാർ അവർ കടൽ കടന്ന് പ്രവാസ ലോകത്ത് ജോലി ചെയ്താലും, അവർ സംസ്ഥാനങ്ങൾ താണ്ടി യാത്ര ചെയ്താലും, അവർ അപകടം പിടിച്ച ജോലികളിലൂടെ പകലന്തിയോളം പ്രയാസപ്പെട്ടാലും അല്ലാഹു അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് നഹ്നു നർസുഖുക, നിങ്ങൾക്കുള്ള ഉപജീവനം നിങ്ങളുടെ കൈകളിൽ ഞാൻ എത്തിച്ചു
എത്തിച്ചു തരാം എന്നതാണ്. അതായത് നമ്മൾക്ക് ഉള്ള നേരത്തിലുള്ള ഭക്ഷണം നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തെ ആശ്രയിച്ചാണ് എന്ന് പറയുമ്പോൾ, സുഹൃത്തുക്കളെ, നമസ്കരിക്കാത്ത ഒരു ജോലി, നമസ്കരിക്കാത്ത ഒരു മുതലാളി സേവനം, നമസ്കരിക്കാത്ത ഒരു ഓഫീസ് ജോലി അതൊരിക്കലും വിശ്വാസിക്ക് ഭൂഷണമല്ല. എന്ത് തിരക്കുകളാണെങ്കിലും ശരി, നമസ്കാരത്തിലേക്ക് വരൂ എന്ന വിളി കേട്ടാൽ അവൻ പള്ളിയിലെത്തി പടച്ചറപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ അപ്പോഴത്തെ 50 രൂപയുടെയും 500 രൂപയുടെയും കച്ചവടം ഒരൽപ്പനേരത്തേക്ക് തടസ്സപ്പെട്ടാലും അവന്റെ കട പൂട്ടേണ്ടി വന്നാലും 10,000-ങ്ങളും ലക്ഷങ്ങളും അവന്റെ കൈകളിലേക്ക് മറുവഴിയിലൂടെ എത്തിച്ചു കൊടുക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. യാ ബനി ആദം തഫറഖ ലിഇബാദത്തി, എനിക്ക് ഇബാദത്തിനായി നീ നേരത്തിന് നേരം സമയം കണ്ടെത്തിയാൽ, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ, നീ സമയം കണ്ടെത്തിയാൽ, അംലൗ ഖൽബക ഗിന, മനസ്സ് നിറയെ സമാധാനത്തെയും, വഅംലൗ യദൈക റിസ്ഖ, കൈകൾ നിറയെ നിനക്കുള്ള ഭക്ഷണത്തെയും ഞാൻ എത്തിച്ചു തരാമെന്ന് അള്ളാഹുവാണ് നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത്. ഇത് ഖുദ്സിയായ ഹദീസാണ്. നിന്റെ ജീവിതത്തിൽ നമസ്കരിക്കാൻ അത് എത്ര ദൂരം. ചില ആളുകളെ നമുക്ക് കാണാം, ജാറങ്ങളിലും വിറകുകളിലും പൈസ എറിഞ്ഞിട്ടാണ് പലപ്പോഴും മലകളും ചുരങ്ങളും താണ്ടി അവർ യാത്ര നടത്തുന്നത്. വലിയ ലോഡുകളുമായി വിദൂര സംസ്ഥാനങ്ങളിലേക്ക് യാത്ര നടത്തുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും താൻ എറിയുന്ന നാണയത്തൊട്ടുകൾ തന്റെ ജീവിതത്തിൽ ബറക്കത്തുകളെ നേടിത്തരുമെന്നാണ്. എന്നാൽ പള്ളികൾക്ക് സമീപം വാഹനം നിർത്തി നമസ്കാരത്തിന്റെ സമയമായാൽ അവിടെ കയറി സുജൂദ് ചെയ്ത് ആരാധന നിർവഹിച്ച് പടച്ചറപ്പിനെ ഓർത്ത് അവനെ വാഴ്ത്തി അവനെ പുകഴ്ത്തി അവനോട് കുമ്പസരിച്ച് പള്ളിയിൽ നിന്നിറങ്ങുന്ന ഒരു വിശ്വാസിക്ക് അവന്റെ കൈകളിലേക്കുള്ള ഉപജീവനം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് അള്ളാഹു നേരിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഖുദ്സിയായ ഹദീസിലെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഉപജീവനം കിട്ടണോ, പട്ടിണി മാറണോ, കടം കൊണ്ട് വീർപ്പുമുട്ടിയിട്ട് കടക്കാരെ കണ്ടിട്ട് അഭിമാനത്തിന് ക്ഷതമേറ്റ് വഴിമാറി നടക്കുന്ന ദുരന്തങ്ങൾ കൊണ്ട് ഒരു മനുഷ്യ ജീവിതം അസ്വസ്ഥമാണെങ്കിൽ, അള്ളാഹുവിന്റെ വീട്ടിലെത്തി 5 നേരവും നമസ്കരിക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹു കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കും അവനുള്ള ഭക്ഷണം, അവന്റെ ആഹാരം, അവന്റെ വിഭവങ്ങൾ എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നാടുവാഴികളുടെ വാഗ്ദാനമല്ല, ജനപ്രതിനിധികളുടെ വാഗ്ദാനമല്ല, കള്ള വാഗ്ദാനങ്ങളല്ല. പടച്ചു പോറ്റുന്ന പ്രപഞ്ച സൃഷ്ടാവിന്റെ ഖജനാവിന്റെ ഉടമസ്ഥന്റെ ആകാശഭൂമികളുടെ താക്കോൽ കൂട്ടത്തിന്റെ യജമാനന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ നിസ്കരിക്കോ, അതിന് സമയം തരോ, നിങ്ങൾ എന്നെ ആരാധിക്കുമോ, എങ്കിൽ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്കുള്ള ഉപജീവനം ഞാൻ എത്തിച്ചു തരാം എന്നത് പടച്ചറപ്പിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഉപജീവനത്തിന്റെ താളം നിയന്ത്രിക്കുന്ന ആരാധനയാണ് നമസ്കാരമെന്ന് മനസ്സിലാക്കി നമസ്കാരത്തെ നിത്യജീവിതത്തോട് ചേർത്ത് വെക്കാൻ മാഷാ അല്ലാഹ് നമുക്ക് കഴിയണം. നമ്മുടെ അല്ലലുകളും അലട്ടലുകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പട്ടിണിയും പരിവട്ടവും ഇല്ലായ്മയും വല്ലായ്മയും മാറിക്കിട്ടുമെന്നാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം. മറ്റൊന്ന് പാപങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടും. ഒരു വിശ്വാസി നിത്യജീവിതത്തിൽ ധാരാളക്കണക്കിന് പാപങ്ങളെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും വിധിക്കപ്പെട്ടവനാണ്. തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും പാപങ്ങൾ മാടി വിളിക്കുന്ന സാമൂഹിക പശ്ചാത്തലമാണ്. പാപത്തിന്റെ പരിക്കു പറ്റുന്ന, പാപത്തിന്റെ വ്രണം പേറുന്ന, അതിന്റെ ദുർഗന്ധം വമിക്കുന്ന ജീവിതത്തിന്റെ പരിസരങ്ങളിൽ രാവും പകലും കഴിച്ചു കൂട്ടാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്നാൽ പള്ളിയിലെത്തി നമസ്കരിക്കുന്ന, നിത്യജീവിതത്തിന്റെ ഭാഗമായി നമസ്കാരത്തെ ചേർത്ത് വെക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. ലൗ അന്ന നഹ്റൻ ബിബാബി അഹദിക്കും യഗ്തസിലു മിൻഹു ഖംസ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈ ലാ യബ്ഖാ മിൻ ദറനിഹി ശൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലിക മിസ്ല സ്വലവാത്തുൽ ഖംസ്, നിങ്ങളുടെ വീടിന്റെ മുറ്റത്തു കൂടി ഒരു പുഴ ഒഴുകുന്നു എന്ന് നിങ്ങൾ കരുതുക. ആ പുഴയിൽ ഇറങ്ങി 5 നേരവും കുളിക്കുന്ന ഒരു മനുഷ്യന്റെ ദേഹത്ത് എന്തെങ്കിലും ഒരു അഴുക്ക് അവശേഷിക്കുമോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ലാ യബ്ഖാ മിൻ ദറനിഹി ശൈ, ഒരു അല്പം പോലും അഴുക്ക് അവശേഷിക്കില്ലല്ലോ പ്രവാചകരെ. എങ്കിൽ ഫദാലിക മിസ്ല സ്വലവാത്തുൽ ഖംസ്, അഴുക്കില്ലാത്ത ഒരു മനസ്സ്, അഴുക്കില്ലാത്ത ഒരു ജീവിതം, അഴുക്കില്ലാത്ത ഒരു ശരീരം ഒരു വിശ്വാസിക്ക് നേടിക്കിട്ടുന്ന ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്ന ആരാധന. അത് എപ്പോഴും ദൈവസ്മരണ കൊണ്ട് സ്ഫുടം ചെയ്തെടുക്കാനും ഈമാൻ കൊണ്ട് സ്ഫുരിക്കാനും അവന്റെ നമസ്കാരം കാരണമാകും. ഒരു നേരത്തെ നമസ്കാരം അടുത്ത നേരത്തെ നമസ്കാരം വരേക്കുമുള്ള പാപങ്ങളെ ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് പറയുമ്പോ
ഒരു വിശ്വാസിക്ക് ഇതിനേക്കാൾ വലിയ ആശ്വാസവാക്ക് എന്താണ് സുഹൃത്തുക്കളെ? നരകം നമ്മെ മാടി വിളിക്കുമ്പോൾ, നരകത്തിലേക്ക് എറിയപ്പെടുമോ എന്ന് രാവും പകലും ഭയപ്പെടുമ്പോൾ, നരകമോചനത്തിന്റെ അതിനുള്ള ഒരു മാർഗമായി നമസ്കാരത്തെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, നമസ്കാരത്തെ നിത്യജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടത് വിവേകശാലിയായ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. നബി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉതുൽ മാ ഉഹിയ ഇലൈക മിനൽ കിതാബി വഅഖിമിസ് സ്വലാത്ത്. നീ നിസ്കരിക്കണം. നമസ്കരിച്ചാൽ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇതൊരു പ്രതിസന്ധിയാണ്. പാപം ഒരു പ്രതിസന്ധിയാണ്, തിന്മ ഒരു പ്രതിസന്ധിയാണ്, ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ ഒരു പ്രതിസന്ധിയാണ്. വ്യഭിചരിച്ച് നടക്കുന്ന മനുഷ്യരുണ്ട്, സ്വർഗ്ഗത്തിന്റെ രുചി ആസ്വദിച്ച് നടക്കുന്ന മനുഷ്യരുണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിച്ച് സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യരുണ്ട്, കള്ളുകുടിക്കുന്ന മനുഷ്യരുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, രാവും പകലും കോൺസൈറ്റുകൾ കാണുന്ന മനുഷ്യരുണ്ട്. ഇത്തരം തിന്മകളിൽ നിന്ന് മോചനം കിട്ടണം എന്ന് നെഞ്ചുപൊട്ടി ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് പടച്ച റബ്ബ് നൽകുന്ന ആശ്വാസത്തിന്റെ കുളിർക്കാറ്റാണ് ഈ വചനം. 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരു വിശ്വാസിക്ക്, 5 നേരവും പടച്ച റബ്ബിന്റെ മുമ്പിൽ ആരാധന നിർവഹിക്കുന്ന ഒരു മഹദിക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത് എന്താ? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മ്ലേച്ഛമായ, നികൃഷ്ടമായ, അല്ലാഹു വെറുത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം എങ്കിൽ നിങ്ങൾ നിസ്കരിക്കുക. നന്നായിട്ട് നിസ്കരിക്കാന്നല്ല, നന്നാവാൻ വേണ്ടി നിസ്കരിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരാൾക്ക് നന്നായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹ് എന്ന് വിളിക്കുന്ന നാവിൽ നിന്ന് അശ്ലീലത പുറത്തു വരില്ല. അല്ലാഹുവിന്റെ പള്ളിയിലെത്തി കൺകുളിർക്കെ നിസ്കരിക്കുന്ന ഒരു വിശ്വാസി തിന്മയെ തീണ്ടാൻ കഴിയില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നിർവഴിയിൽ വഴി നടത്തണേ എന്ന് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയില്ല. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. പടച്ച റബ്ബേ, ഞാൻ മുന്തിച്ചു ചെയ്തതും പിന്തിച്ചു ചെയ്തതും എന്നോട് മാപ്പാക്കണേ എന്ന് കുമ്പസരിക്കുന്ന ഒരു വിശ്വാസിക്ക് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിന്മയുടെ രുചി അറിയാൻ കഴിയാത്ത വിധം ഈമാനിന്റെ ആ ഒരു സുരക്ഷാ കവചം അയാൾക്ക് കിട്ടും. അതാണ് നമസ്കാരത്തിന്റെ പ്രത്യേകത. അതൊരു കുമ്പസാരമാണ്, അതൊരു ഏറ്റുപറച്ചിലാണ്, അതൊരു മാപ്പ് ചോദിക്കലാണ്, അതൊരു കുറ്റസമ്മതമാണ്. നമസ്കാരത്തിലെ ഓരോ പ്രാർത്ഥനകളും നിങ്ങൾ നോക്കൂ. അംഗചലനങ്ങൾ നിർവഹിച്ച് അവിടെ ഇരുന്ന് ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം അത് ജീവിതഗന്ധിയാണ്. ആഹാരം തരണേ, വഴി കാണിക്കണേ, എന്നോട് പൊറുക്കണേ, എന്നോട് മാപ്പാക്കണേ എന്നാണ് നമസ്കാരത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അങ്ങനെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വന്ന് അള്ളാഹുവിനോട് ഏറ്റുപറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് മനസ്സ് പാകപ്പെടുന്ന ആരാധനയാണ് നമസ്കാരം. നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി നോക്കി എല്ലാ തിന്മകളിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടും. അല്ലാഹ് എന്ന് വിളിക്കുന്ന ഹൃദയത്തോടൊപ്പം ഒരിക്കലും ശൈത്താൻ രാജിയാവുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം നിങ്ങളെ വൃത്തികെട്ട പ്രവർത്തികളിൽ നിന്ന് തടഞ്ഞു വെക്കും. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടല്ലോ, അതാണ് ലോകത്തെ ഏറ്റവും വലിയ നന്മ എന്നാണ്. പടച്ച റബ്ബിനെ വിളിക്കുന്ന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇങ്ങനെ അള്ളാഹുവിനെ വാഴ്ത്തുന്ന, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന, പടച്ച റബ്ബുമായുള്ള ബന്ധം ചേർക്കുന്ന ആരാധന ഉണ്ടല്ലോ, ലോകത്തെ ഏറ്റവും വലിയ നന്മയെന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത്. സൂറത്ത് അൻകബൂത്തിന്റെ 45-ാമത്തെ വചനം. അതുകൊണ്ട് പാപങ്ങളിൽ നിന്നൊരു മോചനം സത്യസന്ധമായി ആഗ്രഹിക്കുന്ന, മരിച്ചു വീഴും എന്ന് ഉറപ്പുള്ള ദുർബലനായ മനുഷ്യരോട് അവന്റെ മോചനത്തിന്റെ മാർഗമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമസ്കാരം എന്ന ശ്രേഷ്ഠമായ ആരാധനയാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസ്, ഒരു വിശ്വാസിക്ക് വെളിച്ചം കിട്ടാൻ, പരലോകത്ത് രക്ഷപ്പെടാൻ, കൂരാകൂരിലുള്ള ഖബറിൽ അയാൾക്ക് ആശ്വാസവും സ്വർഗത്തിന്റെ പരിമളവും സ്വർഗീയ അനുഭൂതിയും ലഭിക്കാൻ നമസ്കാരം എന്ന് പറയുന്ന ആരാധനയെ ചേർത്ത് വെക്കണമെന്ന്. ഇഹലോകത്ത് വെളിച്ചം, ഖബറിൽ വെളിച്ചം, പരലോകത്ത് വെളിച്ചം, സിറാത്തിൽ വെളിച്ചം, എത്രമേൽ വലിയ വാഗ്ദാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലൈഹ, ആരാണോ നമസ്കാരത്തെ കൃത്യതയോടുകൂടി നിറവേറ്റുന്നത്, കാനത്ത് ലഹു നൂറുൻ വബുർഹാന, ആ നമസ്കാരം അവന് പ്രകാശമാകും. അതുകൊണ്ടാണ് അസ്വലാത്തു നൂറുൻ, ഖബറിലെ വെളിച്ചമാണ് പ്രകാശം. ആ പ്രകാശമായി അവൻ നമസ്കാരം മാറിക്കിട്ടും. വബുർഹാന, സ്വർഗത്തിലേക്ക് ഉള്ള പ്രതിസന്ധികളെ ഓരോന്നോരോന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എവിഡൻസും പ്രൂഫുമാണ് നമസ്കാരം എന്ന് പറയുന്നത്.
മരണം ഒരു പ്രതിസന്ധിയാണ്, അവിടുത്തെ രക്ഷയാണ്, അവിടുത്തെ ആശ്വാസമാണ് നമസ്കാരം. ഖബർ ഒരു പ്രതിസന്ധിയാണ്, ഖബറിലെ രക്ഷയാണ്, ഖബറിലെ മോചനമാണ്, ഖബറിലെ അവിടെ കിട്ടുന്ന ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് നമസ്കാരം എന്ന് പറയുന്നത്. പരലോകം ഒരു പ്രതിസന്ധിയാണ്. കൈകാലുകൾ വെളുത്തവരായി, തലയെടുക്കുന്നവരായി, ആഖിറത്തിൽ നിവർന്ന് ആത്മാഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഓരോ വിചാരണയിലെ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് നമസ്കാരം എന്ന് പറയുന്നത്. സിറാത്തിന്റെ പ്രതിസന്ധിയിൽ വെളിച്ചം ലഭിക്കുന്നവരായി മാറാൻ നമസ്കാരം കാരണമാകുമെന്നതാണ്. സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമസ്കാരമാണ് മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ലം യുഹാഫിദ് അലൈക, എന്നാൽ ഈ നമസ്കാരത്തിൽ ചിട്ടയില്ലാത്തവൻ, അതിൽ ഭക്തിയില്ലാത്തവൻ, അതിനെക്കുറിച്ച് ഓർമ്മയില്ലാത്തവൻ, അതിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തി, ലം യകുൽ ലഹു നൂറ, അവനൊരു പ്രകാശവും കിട്ടുകയില്ല, വലാ ബുർഹാൻ, ആ നമസ്കാരം അവനൊരിക്കലും ഒരു അനുകൂല തെളിവായി മാറുകയില്ല, വലാ നജാത ഫി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാൾക്ക് രക്ഷ നേടിക്കെടുക്കുകയില്ല. ഇല്ലെന്ന് മാത്രമല്ല, ആ വ്യക്തി ഖാറൂൻ, അല്ലാഹുവിന്റെ വെറുപ്പോടുകൂടി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ ഖാറൂനിന്റെ അനുയായിയായി, ഖാറൂനിന്റെ കൂടെ നരകത്തിലായിരിക്കും. ഫിർഔനിന്റെ കൂടെ നരകത്തിലായിരിക്കും. ഹാമാനിന്റെ കൂടെ നരകത്തിലായിരിക്കും. ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെ നരകത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് ഈ നാലാൾക്കാരെ പേര് പറഞ്ഞത്? വേറെ എത്ര ധിക്കാരികൾ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്, പക്ഷെ ഈ നാലാൾക്കാരുടെ കാരണം എന്താണ്? ഈ ഹദീസിനെ ശറഹ് ചെയ്ത പണ്ഡിതന്മാർ പറയുന്നു, ഇവര് 4 പേരും 4 പൊസിഷനിലുള്ളവരാണ്. അവർക്ക് നമസ്കരിക്കാൻ തടസ്സം ആ പൊസിഷനുകളാണ്. ഒന്ന് ഖാറൂൻ, കുറച്ച് പൈസ കൊണ്ട് മുതലാളിയായ ആളാണ്. പണം കയ്യിൽ വരുമ്പോ പടച്ചോന് ഓർമ്മ ഉണ്ടാവില്ല, നിസ്കരിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. അവന് വേറെ ചില സുഖാസ്വാദനങ്ങളും യാത്രകളും ആയിരിക്കും അവന് ഏറ്റവും വലിയ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നിസ്കരിക്കൂല. വലിയ പൈസക്കാരനും പത്രാസുകാരനുമായി മാറുമ്പോ അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ ജീവിച്ച ഖാറൂനിന്റെ കൂടെയായിരിക്കും നമസ്കാരം ഉപേക്ഷിക്കുന്നവർ. ഫിർഔനിന്റെ തടസ്സം അധികാരമാണ്. അധികാരം വരുമ്പോ പിന്നെ നേരം ഉണ്ടാവില്ല. നാടെന്നാക്കാൻ നടക്കല്ലേ, പൈസ ഉണ്ടാക്കാൻ നടക്കല്ലേ, മുതല് മോഷ്ടിക്കാൻ നടക്കല്ലേ പല ആളുകളും. ഇവിടെ അധികാരം എന്ന് പറയുന്ന ഭൗതികമായ അയാളുടെ തിരക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ നിന്ന് പുറകോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ, അധികാരത്തിന്റെ കസേരയിൽ കിട്ടിയതാണ് നിസ്കാരം ഉപേക്ഷിക്കാൻ കാരണമെങ്കിൽ, നിന്റെ സ്ഥാനവും നാളെ ഫിർഔനിന്റെ കൂടെയായിരിക്കും. മറ്റൊന്ന് ഹാമാനാണ്. ഹാമാനിന് മന്ത്രി പദവിയാണ്, ഉദ്യോഗമാണ്, വലിയ കയ്യാളാണ്, വലിയ വലിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗങ്ങളാണ് നമസ്കാരത്തിന് തടസ്സമെങ്കിൽ നിങ്ങളുടെ ജീവിതം. ഇപ്പൊ വലിയ ഓഫീസിൽ ശീതീകരിച്ച മുറിയിൽ കറങ്ങുന്ന കസേരയിൽ ഇപ്പൊ ബാങ്കേട്ട പോകാൻ തോന്നില്ല, അങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും. ഓഫീസിലെ ജോലി, ആളുകളുടെ ശമ്പളം, അള്ളാനെ ഓർമ്മയില്ല, ഒക്കെ ദുനിയാവും വാങ്ങണം. ഇത്രയുള്ള മനുഷ്യന്മാരുടെ ഈ ഉദ്യോഗമാണ് നിനക്ക് നമസ്കരിക്കാൻ തടസ്സമെങ്കിൽ നിന്റെ കൂടെ നീ നാളെ ഹാമാനിന്റെ കൂടെയായിരിക്കും. മറ്റൊന്ന് തറവാടിത്തം കൊണ്ട് കൊമ്പനായ ഉബയ്യ് ഇബ്നു ഖലഫാണ്. ആള് മർദ്ദവും വിരുന്നുകാരും ഒരുപാട് ആളുകളും അവന്റെ ജീവിതത്തിലെ വലിയ സമ്പാദ്യങ്ങളാണ്. വിരുന്നേര് വന്നാൽ പിന്നെ നിസ്കാരമല്ല, വീട്ടിലെ ആഘോഷങ്ങളുണ്ടെങ്കിൽ പിന്നെ നിസ്കാരമല്ല. നിനക്കുള്ള സ്ഥാനം അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ച് ഈ ലോകത്തിൽ നിന്ന് പോയ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാണെന്നാണ്. അതുകൊണ്ടാണ് ഈ 4 ആളുകളുടെയും അധികാരവും ഉദ്യോഗവും പണവും കുടുംബവും ആൾക്കൂട്ടങ്ങളുമാണ് നിങ്ങൾക്ക് നിസ്കാരത്തിന് തടസ്സമെങ്കിൽ ഈ 4 വ്യക്തികളുടെയും കൂടെ നാളെ നരകത്തിൽ കിടന്നെരിയേണ്ടി വരും എന്നതാണ് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിലൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമസ്കാരം എന്നത് നമുക്ക് നാളെ വെളിച്ചമാവണമെങ്കിൽ, രക്ഷയാവണമെങ്കിൽ, അത് നമുക്ക് അനുകൂലമായ തെളിവാകണമെങ്കിൽ അതിനെ ചേർത്ത് വെക്കുന്ന ഒരു വിശ്വാസിയായി നമ്മൾ മാറണമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചക തിരുമേനിയും നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബ് കൽപ്പിച്ച നിത്യജീവിതത്തിലെ ഈ ആരാധനയെ ഒരിക്കൽ പോലും മുടങ്ങാതെ നിർവഹിക്കാനുള്ള തൗഫീഖ് ഏകി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد نبينا صلى الله عليه وآله وصحبه وسلم أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുകയും
അവന്റെ വിധിവിലക്കുകളെ അനുസരിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കിയ ഒരു വിരുന്ന്. നമ്മുടെയൊക്കെ വീട്ടില് വിരുന്നുകാര് വന്നാൽ നമ്മൾ അവർക്ക് തണുത്തതും ചൂടുള്ളതുമായി അവരെ സന്തോഷിപ്പിക്കാൻ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ ഒരുക്കി സൽക്കരിക്കാറുണ്ട്. ഇത് പടച്ചോന്റെ വീടാണ്. പടച്ചോന്റെ വീട്ടിൽ ഒരു ദിവസം 5 നേരം വരുന്നവരെ പടച്ചോന് സൽക്കരിക്കണം. അത് അല്ലാഹു ഏറ്റതാണ്. മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റഹ, ആരാണോ പള്ളിയിൽ വന്ന് പ്രഭാതത്തിലും പ്രദോഷത്തിലും വന്ന് നമസ്കരിച്ച് പോകുന്നവർ, അത് ഏതൊരു സമയത്തെ ഗദാ എന്ന് പറഞ്ഞാൽ പ്രഭാതവും പ്രദോഷവും ഉൾക്കൊള്ളുന്ന ജീവിതത്തിൽ 5 നേരത്തെയുമാണ് ആ പ്രയോഗം ഉൾക്കൊള്ളുന്നത് എന്നാണ്. 5 നേരവും പള്ളിയിൽ വന്ന് പോകുന്നവർക്ക് അഅദ്ദല്ലാഹു ലഹു നുസ്ലൻ ഫിൽ ജന്നത്തി കുല്ലമാ ഖദാ ഔ റഹ, വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിരുന്നൊരുക്കിയിരിക്കുന്നതാണ്, സ്വർഗീയ വിരുന്ന്. നമുക്ക് ലഭിക്കുന്ന പടച്ച റബ്ബിൽ നിന്ന് കിട്ടേണ്ട സ്വർഗത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു നന്മയാണ് 5 നേരവും പള്ളിയിൽ വരിക എന്നുള്ളത്. സ്വർഗത്തിലെ ആഹാരമാണ്. ഒരു നേരം പള്ളിയിൽ വരാതെ വീട്ടിലിരുന്നാൽ നഷ്ടപ്പെടുന്നത് സ്വർഗത്തിലെ വിരുന്നാണ്. ഓരോ സമയത്തും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഈ തിരുമൊഴികളൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ നാസാരന്തരങ്ങളെ തഴുകി കടന്നു വരണം. സ്വർഗത്തിലെ ഒരു ഹോട്ടലിന്റെ മുന്നിലൂടെ പോയാൽ വാസന അടിച്ചിട്ട് കൊതിവരും പലപ്പോഴും, പല കടകളുടെയും മുന്നിലൂടെ പോകുമ്പോൾ. ഒരു വിശ്വാസിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ അവന്റെ മൂക്കിലൂടെ കടന്നു വരേണ്ടത് സ്വർഗീയ വിരുന്നിന്റെ പരിമളമാണ്. എഴുന്നേൽക്കും ആ വിശ്വാസം, അള്ളാന്റെ വീട്ടിലെത്തും, പടച്ച റബ്ബിന് മുന്നിൽ കുമ്പിടും, സുജൂദ് ചെയ്യും. അത് അവന്റെ ഏറ്റവും വലിയ ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു വാഗ്ദാനമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നത്. മാത്രമല്ല സ്വർഗത്തിൽ ചില പദവികൾ കിട്ടാനുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നക ലൻ തസ്ജുദ സജദ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ. ഒരു സുജൂദ് നിന്റെ റബ്ബിന്റെ മുന്നിൽ നീ ചെയ്താൽ ഒരു പദവി, അടുത്ത സുജൂദ് അടുത്ത പദവിയാണ്. അപ്പൊ എത്ര പദവി സ്വർഗീയമായി നമുക്ക് നേടിക്കിട്ടും. ഒരു സുന്നത്ത് ഉപേക്ഷിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ആ സുന്നത്തിലൂടെ 4 പദവികളാണ്. ഒരു സുന്നത്തിലൂടെ ഒരു സുജൂദ് റബ്ബിന്റെ മുമ്പിൽ ചെയ്തോ ആ വ്യക്തിക്ക് ഒരു സ്വർഗീയ പദവി കിട്ടുമെന്ന്. അതുകൊണ്ട് എല്ലാവരും സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് യൗമുൽ ഹസ്റ, നെടും ഖേദത്തിന്റെ ലോകം എന്ന് പരലോകത്തെ കുറിച്ച് പറഞ്ഞ നമുക്കറിയാം. നെഞ്ചു പൊട്ടി ചങ്ക് വേദനിച്ച് ഒരു മനുഷ്യന്മാരിങ്ങനെ നിൽക്കും ആഖിറത്തിൽ, ചങ്ക് വേദനിച്ചിട്ട് അങ്ങേയറ്റത്തെ സങ്കടം കൊണ്ട്. കാരണം കൂടെ ജീവിച്ചവരൊക്കെ സ്വർഗീയ പദവികൾ നേടി അവരുടെ സൽക്കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുമ്പോ ഇതൊക്കെ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്തുകൊണ്ട് ഇല്ലാതെ പോയ, താൻ ചെയ്യാതെ പോയതിന്റെ പേരിൽ നെഞ്ചുപൊട്ടി ചങ്ക് പൊട്ടി നിൽക്കുന്നവരെ കുറിച്ച് യൗമുൽ ഹസ്റ എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ കാണാം. ഓരോരുത്തരും അവനാന്റെ വിഹിതം വാങ്ങിക്കൂട്ടുമ്പോ അവിടെ ഇങ്ങനെ വിരല് കടിച്ച് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് ഓരോ സുജൂദിനുമുള്ള പദവി. അതുകൊണ്ട് അത് നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കുന്നവരായി ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് മാറാൻ പറ്റണം. അപ്പോ നബിതങ്ങള് സ്ത്രീകൾ പലപ്പോഴും വീട്ടിൽ നിസ്കരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തും. നബിതങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ് ഇതാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹ, 5 നേരം നിസ്കരിക്കുന്ന ഒരു പെണ്ണ്. നമ്മുടെ പെൺമക്കളെ പഠിപ്പിക്കേണ്ട ഹദീസാണ്, നമ്മുടെ പൊന്നു മോളെ പഠിപ്പിക്കേണ്ട ഹദീസാണ്. മോളെ 5 നേരവും ഇപ്പാന്റെ കുട്ടി നിസ്കരിച്ചാൽ, വസ്വാമത്ത് ശഹ്റഹ, റമളാൻ മാസം വരുമ്പോ അവരോട് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ നോമ്പ് നോറ്റാൽ, വഅത്വഅത് സൗജഹ, ഭർത്താവ് പറയുന്ന കാര്യങ്ങളെ അനുസരിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോയാൽ, വഹഫളത് ഫർജഹ, പരപുരുഷന്മാരുടെ ദർശനവും സ്പർശനവും ഏൽക്കാതെ ഒരു പെൺകുട്ടി ചാരിതാർത്ഥ്യത്തോടുകൂടി ജീവിച്ചാൽ, ഖീല ലഹ, അവളോട് പറയും പടച്ചോൻ, ഉദ്ഖുലിയൽ ജന്ന, എടി പെണ്ണേ നീ സ്വർഗ്ഗത്തിൽ കയറിക്കോ. ഫി അയ്യതി അബ്വാബിൽ ജന്നതി, സ്വർഗ്ഗത്തിന് 8 വാതിലുകളാണ്. നീ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ 8 വാതിലിലൂടെയും നിനക്ക് സ്വർഗ്ഗം കയറി പറ്റാം. ഇത് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്.
ഇത് നിസ്കരിക്കുന്ന പെൺകുട്ടിക്കുള്ളതാണ്, ഇത് നിസ്കരിക്കുന്ന ഭാര്യക്കുള്ളതാണ്. അത് ഏത് ജീവിത തിരക്കുകൾക്കിടയിലാണെങ്കിലും ശരി, നമസ്കാരം എന്നതിനെ നഷ്ടപ്പെടുത്താതെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ 8 വാതിലിലൂടെയും പ്രവേശനാനുമതി ലഭിക്കുന്ന നന്മയായി പോലും ഈ ആരാധനയെ പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊരു തീരുമാനമാണ്, എന്റെ കുട്ടി, ആ കുട്ടി നിസ്കരിക്കാത്ത ഒരു ദിവസം പോലും, ഒരു വക്ത് പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്റെ പൊന്നുമോൻ. നിസ്കാരം പാഴാക്കിയാൽ അവർ നാളെ നരകത്തിലെ ഒരു താഴ്വരയുടെ പേരാണ് ഗയ്യ്. ആ ഗയ്യിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്ന നിസ്കരിക്കാത്തവരെ കുറിച്ച് ഖുർആനിലൂടെ അല്ലാഹു സൂറത്തു മറിയമിൽ നൽകിയ താക്കീതാണ്. നമസ്കാരം പാഴാക്കുന്നവർ, തീരെ നിസ്കരിക്കാത്തവർ എന്നല്ല. നിസ്കാരം ഇടതട വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവർക്കുള്ള ശിക്ഷയാണ്. തീരെ നമസ്കരിക്കാത്തവന്റെ വിഷയം വേറെയാണ്, അവൻ കാഫിറാണ്. എന്നാൽ ഇടക്ക് ളുഹർ, ചിലപ്പോ മഗ്രിബില്ല, ചിലപ്പോ ഇശായില്ല, ഇങ്ങനെ പാഴാക്കി കളയുന്നവർ ഗയ്യിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാദിൻ ഫിൽ ജഹന്നം, നരകത്തിലെ ഒരു താഴ്വരയാണ് ഈ പറയുന്ന ഗയ്യ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിശക്തമായ താക്കീതാണ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് മുന്നിലുള്ളത്. നിത്യജീവിതത്തോട് യാതൊരു ഉപേക്ഷയുമില്ലാതെ ചേർത്തു വെക്കേണ്ടതാണ്. അത് നിർവഹിക്കേണ്ടത് ആദ്യത്തെ സമയമാണ്. അത് മനസ്സിലാക്കി നമസ്കാരത്തെ കുറിച്ച് കൂടുതൽ പഠിച്ച് അതിന്റെ നേട്ടങ്ങളെ ആഗ്രഹിച്ച് അതുകൊണ്ട് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമസ്കരിക്കാം. ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം കിട്ടുന്ന, അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടുന്ന, ഉപജീവനങ്ങൾ ലഭ്യമാകുന്ന, ജീവിതത്തിൽ പ്രകാശം ലഭിക്കുന്ന, പരലോകം സുരക്ഷിതമാകുന്ന, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുന്ന, സ്വർഗം നേടിക്കിട്ടുന്ന സൗഭാഗ്യത്തിന്റെ ആരാധനയുടെ പേരാണ് നമസ്കാരം. നിത്യജീവിതത്തിൽ ചേർത്തു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നഷ്ടപ്പെടാതെ മരണം വരെ ചേർത്തു വെച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച നിരവധി പാപങ്ങളുണ്ട്. എല്ലാം ഞങ്ങളോട് വിട്ടുപുറത്തു മാപ്പാക്കി നൽകണമേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ കുറ്റങ്ങൾ പൊറുക്കണമേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നേരെ നോക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ ഉപജീവനത്തിൽ ബറക്കത്ത് നൽകണമേ അല്ലാഹ്. ഞങ്ങളുടെ കടം വീട്ടി നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ബിസിനസ്സിലും ഞങ്ങളുടെ കൂലിയിലും ഞങ്ങളുടെ ജോലിയിലും നിന്റെ അനുഗ്രഹം വർഷിക്കണമേ റഹ്മാനെ. പടച്ച റബ്ബേ, സാമ്പത്തിക തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഇസ്ലാമിക വിവേകം തന്ന് അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മുന്നിൽ വണങ്ങുന്ന, നിന്നെ സുജൂദ് ചെയ്യുന്ന, നിന്നെ വാഴ്ത്തുന്ന, നിന്നെ മഹത്വപ്പെടുത്തുന്ന, നിന്നെ ഓർക്കുന്ന നല്ല വിശ്വാസികളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. നിന്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ഒരു കുടുംബമായി